Please make some noise. തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിൻ്റെ 18ാമത് വാർഷിക ആഘോഷമായ മഹോത്സവം 2K24 ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ ഈ മഹാസദസ്സിൽ അരങ്ങേറുന്നത് മഹോത്സവം 2K24 പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഘോഷയാത്രയും കേളി വാദ്യകലാപീഠത്തിൻ്റെ ചെണ്ടമേളവും ആണ് ഈ മഹാസദസ്സിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. Once again we welcome you all to Mahotsavam 2K24, organized by Thrissur Association of Kuwait Trust, powered by Al Khalid Auto, presented by Shifa Al Jazeera and supported by Phoenix Group of Companies and Mango Hyper. Our annual sponsor, Al Mullah Exchange. Our annual co-sponsor, Mr. Joy Alukas. കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രവർത്തന നിരതമായ 18 വർഷങ്ങൾ പിന്നിടുന്ന തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മനുഷ്യ സ്നേഹത്തിൻ്റെയും മാനുഷിക മൂല്യങ്ങളുടെയും ഉദാത്തമായ ഒരു ഉദാഹരണമായി
കുവൈറ്റിന്റെ മണ്ണിൽ തിളങ്ങി നിൽക്കുന്നു. കേലി വാദികലാ പീഠത്തിന്റെ അത്യുഗ്രമായ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള ഘോഷയാത്രയാണ് ഈ മഹാസദസ്സിൽ നാം ഇപ്പോൾ കാണുന്നത്. വാദ്യശ്രീ ശ്രീനാഥ് മാരാർ, ശ്രീരാഗ് മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചെണ്ടമേളം. നിങ്ങൾക്കെല്ലാവർക്കും മഹോത്സവം 2K24 ഹാർദവമായ സ്വാഗതം. നയനമനോഹരമായ ഈ ഘോഷയാത്ര ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് തൃശൂർ അസോസിയേഷന്റെ വനിതാവേദിയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും മഹോത്സവം 2K24 ഹാർദവമായ സ്വാഗതം. സ്വന്തം അയൽവാസിയെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ 18 വർഷങ്ങൾക്ക് മുമ്പിൽ രൂപീകൃതമായ തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ഇന്ന് 8 ഏരിയകളിലായി വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ഒരു അസോസിയേഷനാണ്.
മഹോത്സവം 2K24. പൂരനഗരിയുടെ പ്രതീതി ഉണർത്തുമാറ്, തൃശൂർ പൂരത്തിന്റെ പ്രതീതി ഉണർത്തുമാറ് കേളി വാദ്യകലാ പീഠത്തിന്റെ 7 കലാകാരന്മാരാണ് ചെണ്ട, വലംതല, ഇലത്താളം എന്നീ വാദ്യോപകരണങ്ങൾ കൊട്ടിക്കയറുന്നത്. വാദ്യശ്രീ ശ്രീനാഥ് മാരാറിന്റെയും വാദ്യശ്രീ ശ്രീരാഗ് മാരാറിന്റെയും നേതൃത്വത്തിൽ 7 കലാകാരന്മാർ മഹോത്സവം 2024 ഈ മഹാസദസ്സിൽ സമ്പന്നമായ ചരിത്രവും കലാപാരമ്പര്യവും കൈമുതലാക്കി കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഈറ്റില്ലമായി ഗ്രാമീണ സൗന്ദര്യവും ഉത്സവമേളവും നിറഞ്ഞു തുളുമ്പുന്ന പ്രാചീന കലാരൂപങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമ്പന്നമായ പൈതൃകത്തിൻ്റെ കഥ പറയുന്ന ചരിത്ര സ്മാരകങ്ങൾ, തലയുയർത്തി നിൽക്കുന്ന സഞ്ചാരികളും കലാസ്നേഹികളും ഹൃദയത്തോട് ചേർക്കുന്ന കേരളത്തിൻ്റെ സ്വപ്നഭൂമി തൃശ്ശൂർ. എൻ്റെ പേര് ജോളി ജോർജ്. പിറന്ന നാടും വീടും വിട്ട് ഇവിടെ എത്തി ഈ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുമ്പോഴും മലയാളത്തെ മറക്കാത്ത, മലയാളമേ മറക്കാത്ത നല്ലവരിൽ നല്ലവരായ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും തൃശ്ശൂർ അസോസിയേഷൻ അവതരിപ്പിക്കുന്ന മഹോത്സവം 2024 ഹാർദവമായ സ്വാഗതം. ചേര സാമ്രാജ്യത്തിന്റെ ചേരന്മാരും മഹോദയപുരം പെരുമാൾ രാജാക്കന്മാരും കോഴിക്കോട് സാമൂതിരിയും യൂറോപ്യന്മാരും മൈസൂർ ടിപ്പു സുൽത്താനും ഭരിച്ച തൃശ്ശിവപേരൂർ എന്ന നാട്ടുരാജ്യത്തെ നാം ഇന്ന് കാണുന്ന സാംസ്കാരിക വിപ്ലവ കേന്ദ്രമാക്കിയ രാമവർമ്മ എന്ന ശക്തൻ തമ്പുരാന്റെ സ്വന്തം തൃശ്ശൂർ മലയാള നാടിൻ്റെ ഭൂമികയിൽ, ചരിത്ര ഭൂമികയിൽ സ്വർണ്ണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. എൻ്റെ പേര് മെർലിൻ. ഇന്ന് നിങ്ങളോടൊപ്പം മഹോത്സവം 2024 അവതാരയാകാൻ അവസരം ലഭിച്ചതിന് ഒത്തിരി നന്ദി. 2006 നവംബർ 17 തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് രൂപീകൃതമായി. സാമൂഹ്യ സേവനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് തൃശ്ശൂർ അസോസിയേഷൻ. 2024 18 വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ 8 വീടുകൾ അംഗങ്ങൾക്കായി തൃശ്ശൂർ ജില്ലയുടെ പല മേഖലകളിൽ വെച്ച് കൊടുക്കുവാൻ അസോസിയേഷന് സാധിച്ചിട്ടുണ്ട്. അംഗങ്ങളുടെ കുട്ടികൾക്കായി വിവിധ തരം വിദ്യാഭ്യാസ പദ്ധതികൾ, കുടുംബ ആശ്വാസ പദ്ധതികൾ, അങ്ങനെ പെൻഷൻ, ചികിത്സാ സഹായങ്ങൾ എന്നിവ നൽകി വരുന്നു. പ്രവാസ ജീവിത തിരക്കിനിടയിലും പിറന്ന മണ്ണിനെ നെഞ്ചോട് ചേർക്കുവാൻ 18 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ഇന്ന് 18ാം വാർഷികാഘോഷത്തിൻ്റെ തിളക്കത്തിലാണ്. ചെറിയ ഒരു കൂട്ടായ്മയായി തുടങ്ങിയ ഈ അസോസിയേഷൻ ഇന്ന് 3000-ൽ പരം അംഗങ്ങളുമായി ഈ കുവൈറ്റിൻ്റെ മണ്ണിൽ 8 ഏരിയകളിലായി തിരിച്ച് പ്രവർത്തിച്ചു വരുന്നു. ഫഹീൽ, അബു ഹലീഫ, മെഹബൂള, ഫർവാനിയ, ജെഹറ, സാൽമിയ, അബ്ബാസിയ എ, അബ്ബാസിയ ബി എന്നിങ്ങനെ തരം തിരിച്ച് മാതൃകാപരമായ കലാ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ജീവകാരുണ്യ പ്രവർത്തന മണ്ഡലങ്ങളിൽ മാതൃകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജൈത്രയാത്ര തുടരുന്നു തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ട്രാസ്ക്. കുട്ടികളുടെ സമഗ്ര വികസനത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കളിക്കളം, വനിതകളുടെ പുരോഗതിയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വനിതാ വേദി, അംഗങ്ങളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള കലാസമിതി,
അംഗങ്ങളുടെ കായികപരമായ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ള കായിക സമിതി, അസോസിയേഷൻ്റെ പേരിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ചരട് വലിക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതി എന്നിങ്ങനെ വിവിധ ഉപസമിതികളായിട്ടാണ് തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. Once again we welcome you all to Mahotsavam 2024, powered by Al-Khalid Auto, presented by Shifa Al Jazeera, supported by Mango Hyper and Phoenix Group of Companies. Our annual sponsor Al-Mullah Exchange, annual co-sponsor Joy Alucas. ഇപ്പോൾ ജോൾ ചേട്ടാ, ഈ തൃശ്ശൂരിൻ്റെ ഈ ഒരു മഹാസദസ്സിൽ മഹോത്സവം 2024 വേദി നിൽക്കുമ്പോൾ ജോൾ ചേട്ടന് തൃശ്ശൂർ കേൾക്കുമ്പോൾ എന്താണ് മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്? തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ ലോക മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് ഓടി വരുന്നത് സ്വാഭാവികമായിട്ടും തൃശ്ശൂർ പൂരം തന്നെയാണ്. പിന്നെ ശക്തൻ തമ്പുരാനും അവിടുത്തെ റൗണ്ടും പല കാര്യങ്ങളും പെട്ടെന്ന് വിനായം പോലെ നമ്മുടെ മനസ്സിലേക്ക് വരും. മെർലിൻ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? ഉള്ള കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഇതുവരെ തൃശ്ശൂർ പോയിട്ടില്ല. പിന്നെ വാസ്തവം എന്നെ കളിയാക്കല്ല, അവിടുന്ന് കൂവി തുടങ്ങിയിട്ടുണ്ട്. വാസ്തവം പറയുകയാണെങ്കിൽ തൃശ്ശൂർ അസോസിയേഷൻ്റെ അതിഗംഭീരമായ പ്രോഗ്രാം ഫോട്ടോസ് ഗൂഗിളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും മഹോത്സവത്തിൻ്റെ ഈ ഒരു കൂട്ടായ്മയിൽ ഒത്തുചേരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാം, നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പറയാമോ? നിങ്ങൾക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ നിങ്ങൾക്ക് അറിയാമോ? തൃശ്ശൂരുകാരല്ലേ ഇവിടെ ഇരിക്കുന്നത്? ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ആ സ്നേഹം തുളുമ്പുന്ന ഭാഷ തന്നെയാണ്. നമ്മൾക്ക് തൃശ്ശൂരുകാരോട് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലോ, തൃശ്ശൂരുകാർക്ക് നമ്മളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലോ, നിങ്ങളുടെ ആ ഒരു ഭാഷയുടെ ആ ഒരു ഇമ്പം, ആ ഒരു താളം, അത് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനുഷ്യനുമായിട്ട് അടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് തോന്നാറുണ്ട്. നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എന്ത് ഇഷ്ടം, എന്തുട്ട കെടിയേ, ഇപ്പൊ നമ്മൾ പൊളിക്കല്ലേ, നമുക്ക് പൊളിക്കണ്ടേ? So once again we welcome you all to Mahotsavam 2024. 18 വർഷങ്ങൾ കൊണ്ട് വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ച തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ഇന്നും ഇവിടെ നവ്യമായ ഒരു അനുഭവം നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നു. ഉടൻ തന്നെ നമ്മൾക്ക് പൊതു സമ്മേളനത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമായിരിക്കും ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത്. മഹോത്സവം 2024 ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അസോസിയേഷൻ്റെ പുരോഗതിക്കും ഇവിടുത്തെ അംഗങ്ങളുടെ വളർച്ചയും ലക്ഷ്യമാക്കിക്കൊണ്ട് തികഞ്ഞ സമചിത്തതയോടും പക്വതയോടും കൂടെ ഈ അസോസിയേഷനെ മുന്നോട്ട് നയിക്കുന്ന ഇതിൻ്റെ അമരക്കാരൻ, തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിൻ്റെ അനിശ്ചിതനായ നേതാവ് പ്രസിഡന്റ് ശ്രീ ബിജു കടവി. മിസ്റ്റർ ബിജു കടവിൽ തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിൻ്റെ പ്രസിഡന്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുവൈറ്റിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ് മിസ്റ്റർ ബിജു കടവി. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനക്ഷമത നിങ്ങൾ നേരിട്ടറിവുള്ളതാണ്. 2ാം തവണയാണ് തൃശ്ശൂർ അസോസിയേഷൻ്റെ പ്രസിഡന്റായി ഇദ്ദേഹം സ്ഥാനത്തിരിക്കുന്നത് എന്നുള്ളത് കൂടി വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. അടുത്തതായി വേദിയിലേക്ക് കടന്നു വരുന്നത് തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിൻ്റെ വളർച്ചയുടെ ഓരോ പടകിലും തൻ്റെ അനുഭവ പരിജ്ഞാനത്താൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഈ പ്രവർത്തനങ്ങളെ എല്ലാം ക്രോഡീകരിച്ച് ഒറ്റക്കെട്ടായി ഈ അസോസിയേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതിൻ്റെ നെടും തൂണായി പ്രവർത്തിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ മുകേഷ് ഗോപാലൻ. ജനറൽ സെക്രട്ടറി മിസ്റ്റർ മുകേഷ് ഗോപാലൻ. വെൽക്കം സാർ. വെൽക്കം. തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും കാര്യക്ഷമമായ നടത്തിപ്പ് ഏറ്റവും ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് നടത്തുകയും സൗമ്യമായ പുഞ്ചിരി നമ്മൾക്ക് സമ്മാനവുമായി തരുന്ന ട്രാസ്കിൻ്റെ ഖജാൻജി ട്രഷറർ മിസ്റ്റർ ത്രിതീഷ് കുമാർ. ട്രാസ്കിൻ്റെ ട്രഷറർ മിസ്റ്റർ ത്രിതീഷ് കുമാർ ഒട്ടനവധി അസോസിയേഷൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് കണിശമായും സാമ്പത്തികം കൃത്യതയോടെ നടത്തുന്ന ഒരാളാണ് ട്രഷറർ മിസ്റ്റർ ത്രിതീഷ് കുമാർ.
അടുത്തതായി വേദിയിലേക്ക് കടന്നു വരുന്നത് തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിന്റെ ആനുവൽ മെയിൻ സ്പോൺസർ, സാമ്പത്തിക വിനിമയ രംഗത്ത് വർഷങ്ങളെ മഹത്തായ സേവന പാരമ്പര്യത്തോടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ അൽമുള്ള എക്സ്ചേഞ്ചിന്റെ ജനറൽ മാനേജർ മിസ്റ്റർ ഫിലിപ്പ് കോശി. We welcome you, sir. May I welcome Mr. Philip Koshi, the General Manager of Al-Mula Exchange, the annual main sponsor of Thrissur Association of Kuwait. ഏതൊരു സംഘടനയ്ക്കും പൊതുജന നന്മക്കായുള്ള സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നതിന് സാമ്പത്തിക ഭദ്രത അത്യാവശ്യമാണ്. നമ്മളുടെ ട്രാസ്കിൻ്റെ ആനുവൽ മെയിൻ സ്പോൺസർ അൽ-മുല്ല എക്സ്ചേഞ്ച് മിസ്റ്റർ ഫിലിപ്പ് കോശി. അടുത്തതായി വേദിയിലേക്ക് കടന്നു വരുന്നു കുവൈറ്റിന്റെ മണ്ണിലെ സമ്പാദ്യ രംഗത്തെ പൊൻതിളക്കം, തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിന്റെ ആനുവൽ കോ സ്പോൺസർ, ജോയ് അയുൽക്കാസ് ജ്വല്ലറി ഗ്രൂപ്പ് കൺട്രി ഹെഡ് മിസ്റ്റർ വിനോദ് കുമാർ. May I welcome Mr. Vinod Kumar, the country head of Joy Alucas Group. കൺട്രി ഹെഡ് മിസ്റ്റർ വിനോദ് കുമാർ. ഇദ്ദേഹമാണ് ജോയ് ആലുക്കാസ് ഗ്രൂപ്പാണ് ട്രാസ്കിൻ്റെ ആനുവൽ കോ സ്പോൺസർ. Now may I welcome the event main sponsor, Al Khalid Auto, a leader in Kuwait's automotive industry, the group chief finance officer, Mr. Manish Kumar. അൽ ഖാലിദ് ഓട്ടോ മിസ്റ്റർ മനീഷ് കുമാർ മഹോത്സവം 2024 ഇവന്റിന്റെ സ്പോൺസറാണ്. അടുത്തതായി വേദിയിലേക്ക് കടന്നു വരുന്നു മഹോത്സവം 2024ന്റെ ഇവന്റ് പ്രസന്റിംഗ് സ്പോൺസർ, ആതുര സേവന രംഗത്ത് പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജൈത്രയാത്ര തുടരുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ഓപ്പറേഷൻ ഹെഡ് മിസ്റ്റർ അസീം സെയ്ദ് സുലൈമാൻ. ഇന്നിവിടെ നടക്കുന്ന ഈ മഹോത്സവം 2024നെ അതിനെ ആന്ധ്രോദ്ദേശത്തിലേക്ക് നയിക്കുന്ന അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായ വൈസ് പ്രസിഡന്റ് ആൻഡ് പ്രോഗ്രാം കൺവീനർ മിസ്റ്റർ ജഗദാംബരൻ. മിസ്റ്റർ ജഗദാംബരൻ തൃശൂർ അസോസിയേഷന്റെ പ്രാരംഭഘട്ടം മുതൽ സംഘടനയിൽ സജീവമായി നിൽക്കുന്നു. ഇപ്പോൾ വൈസ് പ്രസിഡന്റും ഇവന്റിന്റെ കൺവീനർ കൂടിയാണ് മിസ്റ്റർ ജഗദാംബരൻ. അടുത്തതായി സ്ത്രീ ശക്തിയുടെ ഉജ്ജ്വല പ്രതീകമായി തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിന്റെ സ്ത്രീകളുടെ ശബ്ദമായി അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു മുതൽക്കൂട്ടായി വർത്തിക്കുന്ന ഈ വനിതാ അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുന്ന വനിതാ വേദി ജനറൽ കൺവീനർ ജസ്നി ഷമീർ. ജസ്നി ഷമീർ കുവൈറ്റിൽ സ്കൂൾ ടീച്ചറായി ജോലി നയിക്കുന്ന നല്ലൊരു കുടുംബിനിയും കുവൈറ്റിൽ നടക്കാറുള്ള കുക്കറി ഷോകളിൽ നിന്ന് സമ്മാനങ്ങളും കരസ്ഥമാക്കിയിട്ടുള്ള നല്ലൊരു ഷെഫ് കൂടിയാണ്. അടുത്തതായി അസോസിയേഷന്റെ സാമൂഹ്യ ക്ഷേമ സമിതി കൺവീനറും ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും തികഞ്ഞ ആത്മാർത്ഥമായ പങ്കാളിത്തം രേഖപ്പെടുത്തുന്ന മിസ്റ്റർ സിജു ML. മിസ്റ്റർ സിജു ML വെൽഫെയർ കൺവീനറാണ്. അടുത്തതായി അംഗങ്ങളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകൃതമായ കലാസമിതിയുടെ കൺവീനർ, അസോസിയേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ മിസ്റ്റർ CD ബിജു. ആർട്സ് കൺവീനർ CD ബിജു കലോത്സവ മത്സരങ്ങൾക്ക് എന്നും അറിയപ്പെടുന്ന തൃശൂർ അസോസിയേഷനിലെ കലാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ആർട്സ് കൺവീനർ CD ബിജു. അടുത്തതായി അസോസിയേഷൻ പ്രവർത്തനങ്ങൾ യഥാസമയം ജനങ്ങളിലെ എത്തിക്കുന്നതിനായി രൂപീകൃതമായ മാധ്യമ സമിതിയുടെ യുവ നായകൻ മിസ്റ്റർ വിഷ്ണു കരിങ്ങാട്ടിൽ. മീഡിയ കൺവീനർ മിസ്റ്റർ വിഷ്ണു കരിങ്ങാട്ടിൽ തൃശൂർ അസോസിയേഷന്റെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന സജീവ പ്രവർത്തനം. അടുത്തതായി അംഗങ്ങളുടെ കായികപരമായ കഴിവുകളെ വളർത്തിയെടുക്കുവാൻ രൂപീകൃതമായ കായിക സമിതിയുടെ ചുക്കാൻ പിടിക്കുന്ന മിസ്റ്റർ ജിൽചിനാൻ. മിസ്റ്റർ ജിൽചിനൻ അസോസിയേഷൻ അംഗങ്ങളുടെ കായിക വാസനയെ പരിപോഷിപ്പിച്ചും
തൃശ്ശൂർ അസോസിയേഷന് വേണ്ടി വേണ്ട രീതിയിൽ കോച്ചിങ് നൽകാനും കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാനും അക്ഷീണം പ്രയത്നിക്കുന്നു. അടുത്തതായി വനിതാ വേദിയിലെ തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിൻ്റെ ചിരിക്കുടുക്ക, നമ്മുടെ അസോസിയേഷൻ്റെ സർവ്വതോമുഖമായ പുരോഗതിക്ക് വേണ്ടി കൺവീനറിൻ്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന വനിതാ വേദി സെക്രട്ടറി മിസ്സസ് ഷാന ഷിജു. ഷാന ഷിജു, വനിതാ വേദി സെക്രട്ടറി. അടുത്തതായി വനിതാ വേദിയിലെ എല്ലാ അംഗങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിർത്തിക്കൊണ്ട് ഔദ്യോഗിക കാര്യങ്ങൾ ഏറ്റവും അച്ചടക്കത്തോടെ നിർവഹിക്കുന്ന വനിതാ വേദി ജോയിന്റ് സെക്രട്ടറി മിസ് ഷക്കീന അഷ്റഫ്. ഷഹീന അഷ്റഫ്. തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിൻ്റെ കുട്ടികളുടെ ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി രൂപീകൃതമായ കളിക്കളത്തിനെ നയിക്കുന്ന കളിക്കൂട്ടുകാരി കുമാരി അനഘ രാജൻ. അനഘ രാജൻ വരും തലമുറയുടെ ഭാവി വാഗ്ദാനം. ട്രാസ്കിലെ കളിക്കളം കുട്ടികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കുട്ടികളുടെ ലീഡർഷിപ്പ് കൈയാളുന്നു. ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മാനേജർ മിസ്റ്റർ ഗുണശീലൻ പിള്ളയെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We welcome Mr. Gunashilan Pillai, the administration manager of Shifa Al Jazeera, one of our sponsors for Mahotsavam 2024. ഈശ്വര പ്രാർത്ഥനയാണ്. പ്രയറിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. ഒരു നല്ല നാളേക്കായി ഒരുപാട് മോഹങ്ങൾ ഒരു പിടി സ്നേഹത്താൽ ചേർത്തു വയ്ക്കാം. ഒരു നല്ല നാളേക്കായി ഒരുപാട് മോഹങ്ങൾ ഒരു പിടി സ്നേഹത്താൽ ചേർത്തു വയ്ക്കാം. തൃശ്ശിവപ്പേരൂരിൻ തനിമതൻ തെളിനീർ പൂത്തുലഞ്ഞിടട്ടെ നമ്മിൽ. തൃശ്ശിവപ്പേരൂരിൻ തനിമതൻ തെളിനീർ പൂത്തുലഞ്ഞിടട്ടെ നമ്മിൽ. ഒരു മഞ്ഞു കണമായി മാറുന്ന സ്നേഹത്തിൽ ഉദിക്കട്ടെ നമ്മിൽ പൊൻകിരണം. ഒരു മഞ്ഞു കണമായി മാറുന്ന സ്നേഹത്തിൽ ഉദിക്കട്ടെ നമ്മിൽ പൊൻകിരണം. വിതയ്ക്കാം സ്നേഹത്തിൻ വിത്തുകൾ തമ്മിൽ മുളയ്ക്കട്ടെ കരുണ തന്നാമ്പുകൾ. വിതയ്ക്കാം സ്നേഹത്തിൻ വിത്തുകൾ തമ്മിൽ മുളയ്ക്കട്ടെ കരുണ തന്നാമ്പുകൾ. തണലേകുമീ വടവൃക്ഷമായി നമ്മൾ പിണങ്ങാതെ പിരിയാതെ കാത്തിടണേ. തണലേകുമീ വടവൃക്ഷമായി നമ്മൾ പിണങ്ങാതെ പിരിയാതെ കാത്തിടണേ. ഒരു നല്ല നാളേക്കായി ഒരുപാട് മോഹങ്ങൾ ഒരു പിടി സ്നേഹത്താൽ ചേർത്ത്
ചേർത്തു വയ്ക്കാം, ഒരു പിടി സ്നേഹത്താൽ ചേർത്തു വയ്ക്കാം. താങ്ക് യു ഓൾ. എല്ലാവരും ഇരിക്കുക. Now may I request our respected dignitaries and our esteemed guests on the stage, please be seated. Now it is time to reflect on the cherished memories and the profound impact the members of Trishur Association who have left us has given to our heart. Now may I welcome the social welfare convener, Mr. Siju ML, for the condolence speech. കണ്ടോളൻസ് സ്പീച്ചിന് വേണ്ടി സോഷ്യൽ വെൽഫെയർ കൺവീനർ സിജു ML. വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തികളെ, ട്രാസ്ക് കുടുംബാംഗങ്ങളെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. ട്രാസ്ക് എന്ന നമ്മുടെ ഈ കുടുംബത്തെ ഇന്നത്തെ ഈ നിലയിലെത്തിക്കാൻ ആദ്യം മുതൽ കഷ്ടപ്പെട്ട പലരും ഇന്ന് നമ്മെ വിട്ടു പിരിഞ്ഞു പോയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ട്രാസ്കിൻ്റെ കുടുംബാംഗങ്ങളുടെ ബന്ധുമിത്രാദികളെയും കലാ കായിക സാംസ്കാരിക രംഗത്തെ മറ്റു പ്രമുഖരെയും നമ്മുടെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന പലരും ഇതുപോലെ നമ്മെ വിട്ടു പിരിഞ്ഞു പോയിരിക്കുന്നു. അവരെയും അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കാം. നന്ദി. നെക്സ്റ്റ് വെൽക്കം സ്പീച്ചാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഇവന്റിൻ്റെ കൺവീനറും ട്രാസ്കിൻ്റെ വൈസ് പ്രസിഡന്റുമായ മിസ്റ്റർ ജഗദാംബരനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തൃശ്ശൂർ അസോസിയേഷൻ എന്ന ഈ കൂട്ടായ്മ 2006 21 അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ച തൃശ്ശൂർ അസോസിയേഷൻ 2018 കടക്കുമ്പോൾ 3000 പേര് അംഗങ്ങളുടെ പിൻബലത്തോടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ നല്ല രീതിയിൽ അംഗങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ നമ്മുടെ സന്നദ്ധ പ്രവർത്തനത്തിനും നമ്മൾ മുൻതൂക്കം കൊടുത്ത് തൃശ്ശൂർ അസോസിയേഷൻ ഇന്ന് മറ്റ് ജില്ലാ സംഘടനയുടെ ഒരു പടി മുന്നിൽ തന്നെയാണ് നമുക്ക് നിൽക്കുന്നത്. അതും നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ ഈ അവസരത്തിൽ സ്മരിക്കാം. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. തൃശ്ശൂർ അസോസിയേഷൻ്റെ ഇന്നത്തെ ഈ നിലയിലെത്തിക്കുവാൻ ഒരുപാട് അംഗങ്ങളുടെ പിൻബലത്തോടെയാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യമായി നമ്മൾക്ക് ഈ വേദിയിലേക്ക് അസോസിയേഷൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മളുടെ നേരായ വഴിക്ക് നയിക്കുന്ന മിസ്റ്റർ അസോസിയേഷൻ പ്രസിഡൻറ്റും മിസ്റ്റർ ബിജു കടവിയെ ഞാൻ ഹാർദമായി ക്ഷണിക്കുന്നു. തൃശ്ശൂർ അസോസിയേഷൻ്റെ നട്ടെല്ലെന്ന് പറയുന്ന നമ്മുടെ എല്ലാമായ മുകേഷ് ഗോപാലനെ ജനറൽ സെക്രട്ടറിയെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി ക്ഷണിക്കുന്നു. തൃശ്ശൂർ അസോസിയേഷൻ്റെ സാമ്പത്തിക നില ഭദ്രതയോടെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ത്രിതീഷ് കുമാർ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യട്ടെ. വനിതാവേദി കൺവീനറും വനിതകളുടെ ക്ഷേമത്തിനായി ഒരു പിടി മുൻതൂക്കത്തോടെ എല്ലാവിധ വനിതകൾക്കും ഒരു ആശ്വാസ സമാജമായി മാറിയ നമ്മുടെ വനിതാവേദി കൺവീനർ മിസ്സിസ് ജസ്നി ഷമീറിനെ ഈ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. നമ്മളുടെ അംഗങ്ങളുടെ ക്ഷേമങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു നിൽക്കുന്ന നമ്മുടെ സോഷ്യൽ വെൽഫെയർ കൺവീനർ സിജു MLനെ ഹാർദമായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വനിതകൾക്ക് എന്നും സപ്പോർട്ടായി ചെറുപ്പുഞ്ചിരിയോടെ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന ഷാന സൈജു ജനറൽ സെക്രട്ടറിയെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ആർട്സ് നമ്മുടെ ഒരു വലിയ മുൻതൂക്കമാണ് കൊടുക്കുന്നത്.
ഉയർന്നു വരുന്ന കുട്ടികൾക്കും നമ്മുടെ കലാവിരുന്നുകൾക്കും മറ്റും മുൻതൂക്കം തരികൊണ്ടാണ് നമ്മുടെ ആർട്സ് വിങ് പ്രവർത്തിക്കുന്നത്. ആർട്സ് കൺവീനർ എന്ന നിലയ്ക്ക് ഞാൻ ഷിജു CDയെ ഞാൻ ഇതിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ തൃശ്ശൂർ അസോസിയേഷൻ്റെ എന്തൊരു പ്രവർത്തനം ഉണ്ടായാലും മീഡിയയിൽ കൂടെ നമ്മുടെ അംഗങ്ങളിലേക്ക് എത്തിച്ചു ചേരുന്ന ഒരു പ്രധാന വ്യക്തി എന്ന് പറയാം. നമ്മുടെ എല്ലാവിധ മീഡിയകളിലും അത്രയും നല്ല രീതിയിൽ തൃശ്ശൂർ അസോസിയേഷൻ്റെ ഒരു തുരുപ്പ് ചീട്ടാണ് നമ്മുടെ വിഷ്ണു കരിയാട്ടൻ. സാദരമായി ഞാൻ അദ്ദേഹത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്പോർട്സിൻ്റെയും ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും തമ്പുരാൻ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ ജിൽ ചിന്നനെ ഞാൻ നമ്മുടെ വേദിയിലേക്ക് ഞാൻ സഹാർദ്ദമായി ക്ഷണിക്കുകയാണ്. വനിതാ വിങ്ങുകൾക്ക് സഹായവും അതുപോലെ അവരുടെ എല്ലാവിധ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുവാനായിട്ട് നമ്മുടെ മുന്നിൽ അതിമനോഹരമായ എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ടാണ് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി ഷക്കീന അഷറഫിനെ ഞാൻ ഹാർദവമായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കളിക്കളം കൂട്ടുകാരികളെ എല്ലാവരും, കൂട്ടുകാരനായാലും കൂട്ടുകാരികളായാലും ഒരു കുട കീഴിൽ കൊണ്ടുപോകുവാൻ നമ്മുടെ കളിക്കളം ഒരു പിടി മുൻതൂക്കത്തിൽ നിൽക്കുന്നതാണ്. കളിക്കളം കൺവീനർ കുമാരി അനഘരാജനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അസോസിയേഷൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് തന്നെ നമ്മളെ സഹകരിച്ചും കൊണ്ടിരിക്കുന്ന നമ്മുടെ ആനുവൽ ജനറൽ സ്പോൺസർ അൽമുല്ല എക്സ്ചേഞ്ച് ജനറൽ മാനേജർ മിസ്റ്റർ ഫിലിപ്പ് കോസിയെ ഞാൻ ഹാർദവമായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ആനുവൽ കോ സ്പോൺസറായ ജോയ് ആലക്കോസ് മിസ്റ്റർ വിനോദ് കുമാർ റെപ്രസെൻറ്റേറ്റീവായി വന്ന മിസ്റ്റർ വിനോദ് കുമാറിനെ ഞാൻ ഹാർദവമായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് ഈ ഈവൻറ്റ് സായാഹ്നം വളരെ മനോഹരമാക്കി തീർക്കാനായിട്ട് നമ്മുടെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ഗ്രൂപ്പ് ഓഫ് ഈവൻറ്റ് മെയിൻ സ്പോൺസർ ഗ്രൂപ്പ് ഓഫ് അൽ ഖലീദ് ഓട്ടോ മിസ്റ്റർ മനീഷ് കുമാർ, മുൻകാല പ്രവർത്തനത്തിൽ വളരെ ഊർജ്ജസ്വോടെ നിന്നിട്ടുള്ള നമ്മുടെ വൈസ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ സെക്രട്ടറി എന്ന നിലയിൽ ആൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു മെമ്പറും കൂടിയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന് ഈവൻ്റായി നൽകിയിരിക്കുന്നത് അൽ ഖലീദ് ഓട്ടോ ആണ്. മിസ്റ്റർ മനീഷ് കുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആതുര സേവന സംഘത്ത് നമ്മൾക്ക് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന ഈവൻ്റ് സ്പോൺസർ ഷിഫ അൽ ജസീറ, ഓപ്പറേഷൻ ഹെഡായി മിസ്റ്റർ സെയിം അസാദ് ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി ക്ഷണിക്കുകയാണ്. ഈവൻ്റ് സപ്പോർട്ടിംഗ് സ്പോൺസറായി നമുക്ക് മാംഗോ, നമ്മളൊരു വാക്ക് പറഞ്ഞപ്പോൾ ഒരു മല തന്നതുപോലെയാണ് നമുക്ക് മാംഗോ സ്പോൺസറായി തന്നിരിക്കുന്നത്. അവരുടെ ഹെഡായ മിസ്റ്റർ റഫീഖ് അഹമ്മദ് ഹാർദമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവസാനമായി ഒരു സ്പോൺസറും കൂടി നമ്മൾക്ക് അവസാന നിമിഷത്തിൽ ഫിനിക്സ്, നമ്മുടെ ഏതൊരു പ്രവർത്തനത്തിലും ഏതൊരു ഈവൻറ്റിനും നമുക്ക് കൈയഴിച്ച് സഹായിക്കുന്ന ഒരു സ്പോൺസർ കൂടിയാണ് ഫിനിക്സ് ജനറൽ മാനേജർ മിസ്റ്റർ സുനിൽ ഹാർദവമായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ അസോസിയേഷൻ്റെ ഒരു ചട്ടക്കൂടിലൂടെ നടക്കുന്ന ഒരു അസോസിയേഷൻ നമ്മൾ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അസോസിയേഷനാണ്. അതിനൊരു ഇലക്ഷൻ കമ്മീഷൻസ് ഉണ്ട്. ആ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ സാദരമായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് എന്തൊരു പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് ഉപദേശം തന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു വിങ്ങാണ് അഡ്വൈസേഴ്സിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സാമ്പത്തികം വളരെ ഭദ്രതയോടെ കൈകാര്യം ചെയ്ത്
നമ്മുടെ ഓരോ അംഗങ്ങളുടെയും മൂല്യപ്പെട്ട പൈസ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോകാതെ കണ്ട് നമ്മുടെ അസോസിയേഷനെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കൃത്യമായി കണക്കുകൾ തിരുത്തി തരുന്ന ഓഡിറ്ററെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ അസോസിയേഷൻ്റെ എന്തൊരു പ്രവർത്തനത്തിനും നമ്മുടെ അംഗങ്ങളുടെ കൈബലമാണ്. ഈ പ്രോഗ്രാമിന് നമ്മുടെ ഏരിയകളിൽ നിന്ന് വന്ന എല്ലാ അംഗങ്ങളെയും എൻ്റെ ഹാർദമായി ക്ഷണിക്കുകയാണ്. അംഗങ്ങളുടെ പിൻബലത്തോടെയാണ് നമ്മുടെ അസോസിയേഷൻ്റെ കെട്ടുറപ്പ് തന്നെ. അപ്പോൾ എല്ലാ ഏരിയകളിൽ നിന്നും വന്ന എല്ലാ അംഗങ്ങളെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. അസോസിയേഷൻ്റെ കെട്ടുറപ്പെന്ന് പറയുന്ന 8 ഏരിയയാണ്. 8 ഏരിയയിൽ എക്സിക്യൂട്ടീവായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ എക്സിക്യൂട്ടീവുകളെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ അസോസിയേഷൻ്റെ എന്തൊരു പ്രവർത്തനത്തിനും കൂട്ടായി ഒരു തീരുമാനമെടുക്കുന്നതും അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റിയാണ്. സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. നമ്മൾ അസോസിയേഷൻ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുന്നോട്ട് നിൽക്കുന്നതാണ്. നമ്മൾ ഈ കൊല്ലം 12 കുട്ടികൾക്ക് മെറിറ്റ് അവാർഡ് കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് 12 പേരെയും അവരുടെ മാതാപിതാക്കളെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം നമ്മുടെ ഇന്ന് ഒരു അവാർഡ് സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട്. പ്രവാസ ജീവിതത്തിൽ നമ്മുടെ അസോസിയേഷൻ്റെ പിൻബലമായിരുന്നു ഒരു സമയത്ത്. അതിനുശേഷം സാമൂഹ്യ രംഗത്തും മറ്റു പല രംഗത്തും നമ്മുടെ പ്രവാസികൾക്ക് കൈത്താങ്ങായി നിന്നൊരു വ്യക്തിത്വമുണ്ട്. ഇന്ന് പ്രവാസികൾക്ക് മാത്രം ഹാർസു അവാർഡ് എന്നൊരു വ്യക്തിത്വമായ ഒരു അവാർഡുണ്ട്. ആ അവാർഡ് സ്വീകരിച്ചിരുന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഷൈനി ഫ്രാങ്കിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഷൈനി ഫ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് സഹായഹസ്തം നമ്മുടെ അസോസിയേഷന് ലഭിച്ചിട്ടുണ്ട്. അവരെ ഈ വേദിയിൽ ഞാൻ എൻ്റെ സന്മനസ്സോടെ സ്മരിക്കുകയാണ്. അവരെ ഞാൻ എത്ര പറഞ്ഞാലും എനിക്ക് അവരെ മതിമറക്കാൻ സാധിക്കാത്തൊരു വ്യക്തിത്വമാണ്. ഈ ഇവൻറ്റിന് ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമാപണം ഞാൻ പറയുന്നു. എല്ലാ അംഗങ്ങളും എത്തിച്ചേർന്നു. അതിന് പുറമെ തന്നെ മീഡിയസ്, നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച മീഡിയസ്, മറ്റു ജില്ലാ സംഘടനകളിലെ നേതാക്കന്മാർ, എല്ലാവർക്കും തൃശ്ശൂർ അസോസിയേഷൻ്റെ ഈ ഈവൻറ്റിലേക്ക് 2K24 ഈ മഹോത്സവം വളരെ ഗംഭീരമാക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന ഓരോ വ്യക്തികൾക്കും ഈ ഇന്നത്തെ ഈവൻറ്റിലേക്ക് ഹാർദമായി ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Mr. Jagadambaran, for extending a hearty welcome to each and every one of you. Now may I welcome the President of Thrissur Association of Kuwait, Mr. Biju Kadavi, to deliver the presidential address. Thrissur Association of Kuwait 2024 പ്രവർത്തന വർഷത്തിലെ അവസാന ഒരു ഈവൻറ്റും അസോസിയേഷൻ്റെ ആനിവേഴ്സറി 18ാമത് ആനിവേഴ്സറി ആഘോഷവും ഇന്നിവിടെ നടക്കുകയാണ്. ഈ ആഘോഷ ദിവസത്തിൽ ആദ്യമേ അസോസിയേഷൻ്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി മുകേഷ് ഗോപാലൻ, ട്രഷറർ ത്രിദീഷ് കുമാർ, ഈ മഹോത്സവം 2K24 പ്രോഗ്രാം കൺവീനറും വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ ജഗദാംബരൻ, വനിതാവേദി ജനറൽ കൺവീനർ ശ്രീമതി ജസ്നി ഷമീർ, അസോസിയേഷൻ സോഷ്യൽ വെൽഫെയർ, ആർട്സ്, മീഡിയ കൺവീനർമാരും ജോയിൻറ്റ് സെക്രട്ടറിമാരുമായ ബിജു CD and ജിൽ, അസോസിയേഷൻ മീഡിയ കൺവീനറും ജോയിൻറ്റ് ട്രഷററുമായ ശ്രീ വിഷ്ണു, അസോസിയേഷൻ വനിതാവേദി സെക്രട്ടറി ശ്രീമതി ഷാന ഷിജു, ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി സക്കീന അഷ്റഫ്, കളിക്കളം കൺവീനർ കുമാരി അനഘരാജൻ, അസോസിയേഷൻ 2024 പ്രവർത്തന വർഷത്തിൽ നമ്മുടെ ആനുവൽ സ്പോൺസറായ അൽമുല്ല എക്സ്ചേഞ്ച് ഭാരവാഹി ജനറൽ മാനേജർ മിസ്റ്റർ ഫിലിപ്പ് കോശി, ജോയാലുക്കാസ് ആനുവൽ അസോസിയേഷൻ്റെ മറ്റൊരു സ്പോൺസറായ കോ സ്പോൺസറായ ജോയാലുക്കാസ് ജ്വല്ലറി കൺട്രി ഹെഡ് മിസ്റ്റർ വിനോദ് കുമാർ,
ഈ ഇവൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സ്പോൺസറായ അൽ ഖാലിദ് ഓട്ടോ കമ്പനിയുടെ ഗ്രൂപ്പ് CFO മിസ്റ്റർ മനീഷ് കുമാർ, ഷിഫ അൽ ജസീറ, നമ്മുടെ ഈ മഹോത്സവം 2K24 പ്രസൻറ്റിംഗ് സ്പോൺസർ നമ്മുടെ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ പ്രതിനിധി, മറ്റൊരു കോ സ്പോൺസറായ മാംഗോ ഹൈപ്പർ മാർക്കറ്റ് പ്രതിനിധി, അതുപോലെ നമ്മുടെ ഈവൻറ്റിനെ മറ്റൊരു സപ്പോർട്ടിംഗ് സ്പോൺസറായ ഫീനിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പ്രതിനിധികൾ അവരിവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്ന് കരുതുന്നു. അതുപോലെ അസോസിയേഷൻ്റെ കേന്ദ്ര ഭാരവാഹികൾ, കേന്ദ്ര സമിതി അംഗങ്ങൾ, ഏരിയ ഭാരവാഹികൾ, അസോസിയേഷൻ വനിതാവേദി പ്രവർത്തകർ, കളിക്കളം കൂട്ടുകാർ, അസോസിയേഷൻ്റെ ഈ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ പ്രവർത്തകർ, കൂടാതെ നമുക്ക് ഈ പ്രധാനപ്പെട്ട ഈവൻറ്റിനും വളരെയധികം സാമ്പത്തിക സഹായം ചെയ്ത് സഹായിച്ച നമ്മുടെ മറ്റ് സ്പോൺസേഴ്സ്, എല്ലാറ്റിനുമുപരി നമുക്ക് ഈ ഓഡിറ്റോറിയം ഒരു ക്രിട്ടിക്കൽ സമയത്താണ് നമുക്ക് ഈ ഓഡിറ്റോറിയം മറ്റു സ്കൂളിൽ നമ്മൾ ഈ പ്രോഗ്രാം നടത്താൻ ഏൽപ്പിച്ചെങ്കിലും അത് അവിടെ നടക്കാൻ സാധിക്കാത്തതിനാൽ നമുക്ക് ഈ വേദി തന്ന് സഹായിച്ച അമേരിക്കൻ ഡ്രാഫ്റ്റ് സ്കൂൾ പ്രതിനിധികൾ, അതുപോലെ നമുക്ക് ഇവിടെ ഈവൻറ്റ് നടത്താൻ സൗണ്ട് ലൈറ്റ് തന്ന വീഡിയോ മറ്റ് സൗകര്യങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിനുപരി നമ്മുടെ പ്രിയപ്പെട്ട എല്ലാമായ അസോസിയേഷൻ്റെ മെമ്പർമാരെ, കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. അസോസിയേഷൻ തൃശ്ശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് 2006 വിരലെണ്ണാവുന്ന ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് ചെറിയൊരു ചിന്തയിൽ നിന്ന് ഭാഗമായി ആലോചിക്കുകയും കൂട്ടം കൂടുകയും അവിടെ നിന്ന് ഈ 18ാമത് വർഷം കഴിയാറാവുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏകദേശം 7000-ഓളം അംഗങ്ങൾ പല കാലഘട്ടത്തിൽ നമ്മുടെ അസോസിയേഷൻ മെമ്പറാവുകയും നിലവിൽ 3000-ഓളം സജീവ അംഗങ്ങളുമായി നമ്മുടെ സംഘടന ഈ കുവൈറ്റിൻ്റെ പ്രവാസ മണ്ണിൽ ശക്തമായൊരു സ്ഥാനത്ത് നിലനിൽക്കുകയാണ്. അസോസിയേഷൻ്റെ മറ്റു അസോസിയേഷനുകൾ എന്നും മാതൃകയായി ഒന്നും ഒരേ മനസ്സായി ഏതൊരു അസോസിയേഷൻ്റെ ഏത് പ്രവർത്തനങ്ങളിലും ഒരേപോലെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരുന്ന അംഗങ്ങൾ മറ്റു രീതിയിൽ അസോസിയേഷൻ്റെ പ്രോഗ്രാമുകൾക്ക് വന്നില്ലെങ്കിൽ തന്നെയും മറ്റു സാമ്പത്തികമായും മറ്റു രീതിയിലൊക്കെ സഹായിക്കുന്ന മനസ്സുള്ള നമ്മുടെ അംഗങ്ങൾ ഇവരെല്ലാം ചേർന്നാണ് നമ്മുടെ സംഘടന ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അസോസിയേഷൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ മറ്റ് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളായാലും കായിക പ്രവർത്തനങ്ങളായാലും എല്ലാത്തിലും ഒരേപോലെ മുൻപിൽ നിൽക്കാൻ ഈ അസോസിയേഷൻ്റെ ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് എപ്പോഴും ഒരു ഊർജം പകരുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന അംഗങ്ങളാണ്, പ്രധാനപ്പെട്ട പ്രവർത്തകരാണ്. അസോസിയേഷൻ്റെ പല യോഗങ്ങളിലും പല മറ്റ് തർക്ക വിഷയങ്ങളോ എന്ത് കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെയും നമ്മുടെ പ്രോഗ്രാം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിനെ വിജയിപ്പിക്കാനും അത് പൊതുസമൂഹങ്ങളിൽ എത്തിക്കാനുമുള്ള നമ്മുടെ അസോസിയേഷൻ പ്രവർത്തകരുടെ പങ്ക് എന്നും വിലപ്പെട്ടതാണ്. ഇനി അസോസിയേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ ഈവൻറ്റ് നല്ല രീതിയിൽ നമുക്കിവിടെ നടത്തേണ്ടതുണ്ട്. കുവൈറ്റിൻ്റെ പ്രത്യേക സാഹചര്യം നമുക്കറിയാം. പല പ്രധാനപ്പെട്ട സംഘടനകൾ അവരുടെ ഇതുപോലുള്ള ആഘോഷങ്ങൾ നിർത്തിവെക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ പെർമിഷൻ കിട്ടാത്ത സാഹചര്യങ്ങൾ, ഇവിടുത്തെ നിയമാനുസൃതമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നിർത്തിവെക്കേണ്ടി വരുന്ന ആഘോഷങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഈ ആഘോഷം അവസാനം വരെ നിലനിൽക്കുമ്പോൾ ഇവിടുത്തെ രീതികൾക്കനുസരിച്ച് മാത്രം നമ്മൾ മുന്നോട്ട് പോവുക. ഇതിന് ശേഷം നമുക്കൊരു ഗാനസന്ധ്യയാണ് നമ്മുടെ അഞ്ജു ജോസഫ്, വൈഷ്ണവ് തുടങ്ങിയ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടുത്തെ നിയമങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കും അനുസരിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. സമാധാനമായി ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ ഷോ നല്ല രീതിയിൽ കാണുക. മറ്റ് ബുദ്ധിമുട്ടുകൾ നമ്മുടെ സ്കൂൾ അധികൃതർക്കും ഉണ്ടാക്കാൻ ഇടയാക്കരുത്. പ്രധാനമായി പറഞ്ഞാൽ നമ്മുടെയൊക്കെ സിവിൽ ID ഒക്കെ കൊടുത്തിട്ടാണ് നമുക്ക് പെർമിഷൻ വരെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ മുൻകാലങ്ങളിലെ പോലെയല്ല. ഇവിടുന്ന് തന്നെ പിടിച്ച് നാട് കടത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കൃത്യമായി അത്തരം കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മുടെ ഈ ആഘോഷം മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ വന്നിട്ടുള്ള നമ്മുടെ അംഗങ്ങളുണ്ട്, പുറമേ നിന്നുള്ള
സംഘടനാ പ്രതിനിധികളുണ്ട് അല്ലെങ്കിൽ അംഗങ്ങളുണ്ട്. അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ഈ ആഘോഷം നല്ല മുന്നോട്ട് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി പറയാനുള്ള നമ്മുടെ ഈ വർഷക്കാലം അത്രയും നമ്മളെ സ്പോൺസർഷിപ്പ് തന്ന് സഹായിച്ച അൽമുല്ല എക്സ്ചേഞ്ച് ഏകദേശം 10-12 വർഷത്തോളമായി അവർ നമ്മളെ സഹായിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ പൈസ അയക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായും അവരെ ഓർക്കുക, അൽമുല്ല എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ ജോയ് ആലുക്കാസ് കഴിഞ്ഞ 2 വർഷമായി നമ്മളെ ആനുവൽ കോ സ്പോൺസറാണ്. അവരെ അത്തരത്തിൽ അവരുടെ ഭാഗത്തും നമ്മുടെ അംഗങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഈവൻറ്റിൻ്റെ മെയിൻ സ്പോൺസറായി നമ്മൾ വന്ന അൽഖാലിദ് ഓട്ടോ, നമ്മുടെ ഒരു മെമ്പർ കൂടിയാണ് ശ്രീ മനീഷ് കുമാർ. അദ്ദേഹം അവിടെ ഈ ഈവൻറ്റിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ ആദ്യമായി നമുക്ക് വലിയൊരു തുക നമുക്ക് ഓഫർ ചെയ്യുകയും അതിനുവേണ്ടി നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അറബ് മാനേജ്മെൻ്റ് ഒരു കമ്പനി എന്ന നിലയ്ക്ക് അതിനുവേണ്ടി ശ്രമിച്ച അദ്ദേഹത്തിന് ഈ പ്രത്യേകിച്ച് അംഗം എന്ന നിലയിൽ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ വണ്ടികളുടെ 2 വണ്ടികൾ അവരുടെ പുതിയ ബെസ്റ്റ്യൂൺ ആൻഡ് മാക്സിസ് 2 വണ്ടികൾ നമ്മുടെ കയറി വരുമ്പോൾ തന്നെ കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വണ്ടിയുടെ ലോഞ്ചിങ് ആയിരുന്നു, അദ്ദേഹം നമ്മളെ ക്ഷണിച്ചിരുന്നു തൃശ്ശൂർ അസോസിയേഷനെ. അപ്പോൾ ഒരുപാട് ഓഫറുകൾ പ്രത്യേകിച്ച് അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ വണ്ടികൾ നേടിയെടുക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആ കമ്പനിയെ നമ്മൾ ഓർക്കുക. പിന്നെ ഷിഫ അൽ ജസീറ അവരും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്താനായിട്ട് സൗകര്യം ചെയ്തു തന്നു. അതോടൊപ്പം അവരുടെ ഇനി തുടർന്നുള്ള വർഷങ്ങളിൽ അല്ലെങ്കിൽ കാലയളവിൽ നമുക്ക് വേണ്ട ഡിസ്കൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ചികിത്സാ സഹായങ്ങൾ ചെയ്തു തരാമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊന്നും പരമാവധി സഹകരിക്കുക. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് സ്പോൺസറായിട്ട് വന്നിട്ടുള്ളത് ഈവൻസ് കോ സ്പോൺസറായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഫീനിക്സ് ഇൻ്റർനാഷണൽ, ഫീനിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സുനിൽ, അതുപോലെ സുനിൽ എൻ്റെ പ്രിയ സുഹൃത്തുമാണ്, അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ ഒരു ലോഞ്ചിങ് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. അവരുടെ ഒരുപാട് പ്രോഡക്ട്സുകളൊക്കെ നമ്മുടെ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന സുലഭമായ പ്രോഡക്റ്റ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെയും നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ മാംഗോ സൂപ്പർ മാർക്കറ്റ് അവരും അവരുടെ പ്രതിനിധികളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഇവൻ്റ് അതിനുവേണ്ടി അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ വനിതാവേദിയുടെ ഒരു ഈവൻറ്റ് നടത്തിയുടെ അതിനുവേണ്ടി ഇത്തരത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും മറ്റ് നമ്മളിപ്പോൾ ഈ സോവനീർ പ്രകാശനം ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമുക്ക് ഈ ഈവൻറ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് സ്പോൺസേഴ്സ്. അപ്പോൾ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു, അവരോട് നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ നടത്താൻ ഈ സംഘാടകർ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ അംഗങ്ങളുടെയും സഹകരണം ഉണ്ടാവണം. ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പുറത്ത് അടുത്ത ദിവസങ്ങളിൽ തൃശ്ശൂർ അസോസിയേഷൻ്റെ പ്രോഗ്രാം ഏറ്റവും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ നമ്മുടെ സംഘടനയ്ക്ക് സാധിച്ചു, പ്രവർത്തകർക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കാണാനിരിക്കുന്ന നമ്മുടെ എല്ലാവരും നല്ലൊരു അഭിപ്രായം കേൾപ്പിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ ബിജു കടവി. അടുത്തതായി ഭദ്രദീപം കൊളുത്തി മഹോത്സവം 2024 ഉദ്ഘാടനം ചെയ്യുവാൻ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യുന്നു. May I welcome the respected dignitaries on the dais to light the lamp and officially inaugurate Mahotsavam 2024. May I welcome Trust President Shri Biju Kadavi. May I welcome Mr. Azim Said Sulaiman, the Operation Head of Shifa Al Jazeera. Sir, vilikkandannu പറഞ്ഞിട്ടുണ്ട്. So we were waiting for you when we started the public meeting. Thank you. Phoenix Group of Company representative. Thank you. Welcome President Mr. Biju Kadavi, Vice President and event convener Mr. Jagadambaran, General Secretary and Treasurer Mr. Mukesh Gopalan and Mr. Tridish Kumar, annual sponsor Almula Exchange General Manager Mr. Philip Koshi, annual co-sponsor Joy Alucas Country Head Mr. Vinod Kumar, event sponsor Al-Khalid Auto Group Chief Finance Officer Mr. Manish Kumar, Shifa Al Jazeera Administration Manager Mr. Gunashilan, Mango Hyper Operation Manager Mr. Muhammad Ali,
Vanida Vedi convener Ms. Jasni Shamir, Secretary Ms. Shana Shiju, Joint Secretary Ms. Shakina Ashraf, Kalikalam Secretary Kumari Anaka Rajan, Media Joint Secretary Mr. Vishnu Karingatal, Sports Secretary Mr. Jilchanan, Arts Convener Mr. Biju CD, and Social Welfare Convener Mr. Siju Emal. Mahotsavam 2024 is officially inaugurated. Let us give a big round of applause. നല്ലൊരു കൈയടി നൽകുക. ട്രാസ്ക് മഹോത്സവം 2024 ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഭദ്രദീപം തെളിച്ചുകൊണ്ട് തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിലെ സംഘാടകരും സ്പോൺസേഴ്സും നിങ്ങൾക്കായി ഈ മഹോത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് മിസ്റ്റർ ബിജു കടവി, വൈസ് പ്രസിഡന്റും ഇവന്റ് കൺവീനറും ജഗദാംബരൻ, ജനറൽ സെക്രട്ടറി ആൻഡ് ട്രഷറർ മുകേഷ് ഗോപാലൻ ആൻഡ് ത്രിദീഷ്, അൽമുല്ല എക്സ്ചേഞ്ച് റെപ്രസെൻറ്റേറ്റീവ് മിസ്റ്റർ ഫിലിപ്പ് കോശി, അൽമുല്ല എക്സ്ചേഞ്ചിൻ്റെ ജനറൽ മാനേജറാണ്, ജോയ് ആലുക്കാസ് കൺട്രി ഹെഡ് വിനോദ് കുമാർ, അൽ ഖാലിദ് ഓട്ടോ റെപ്രസെൻറ്റേറ്റീവ് മനീഷ് കുമാർ, ഷിഫ അൽ ജസീറ ഓപ്പറേഷൻ ഹെഡ് അസീം സെയ്ഡ് സുലൈമാൻ, കൂടാതെ ഷിഫ അൽ ജസീറയുടെ അഡ്മിനിസ്ട്രേഷൻ മാനേജറുണ്ട് മിസ്റ്റർ ഗുണശീലൻ. Mahotsavam 2024 is officially inaugurated. This is a moment of pride and happiness. May the divine blessings guide us through all our activities in this year and guide us through this event. Once again, thank you all our sponsors.